കഴിഞ്ഞ ദിവസമേ എനിക്കറിയാവുന്ന ഒരാളുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആ ചേച്ചി ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ആകെ വിഷമത്തിലാണല്ലോ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചവൻ പറഞ്ഞത്, ആ ചേച്ചി എന്നോട് പറഞ്ഞത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ഞാനിപ്പോൾ. അവരെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. അച്ഛനും അമ്മ പ്രായമായി വരികയാണ്. അപ്പം അവർക്കും അവരുടേതായിട്ടുള്ള വയ്യാഴികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവർക്ക് വീണ്ടും ഒരു ബാധ്യതയായി മാറരുത്. കാരണം എല്ലാ അച്ഛനമ്മമാരും പെൺകുട്ടികളെ വിവാഹം ചെയ്ത് വിടുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. കാരണം തങ്ങളുടെ മകൾ ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തിപ്പെട്ടു. ഇനി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, അവൾക്കൊരു ജീവിതമായല്ലോ എന്നാണ് ഒരു പ്രതീക്ഷ. പൊതുവേ നമ്മുടെ സമൂഹത്തിന് അതിനൊരു പ്രത്യേക ബാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുമ്പോൾ, ഇപ്പം വിവാഹത്തിന് എല്ലാവരും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നൽകാതിരിക്കില്ല. പക്ഷേ ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ അത്ര സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബത്തിലെ കുട്ടിയാണ്, ആ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന മനുഷ്യരെന്ത് ചെയ്യും? അപ്പം കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മളുടെ ചുറ്റിൽ. അപ്പം അങ്ങനെ ഒരു വിവാഹമൊക്കെ കഴിച്ച് വിട്ട് വലിയ പ്രതീക്ഷയുമായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. കുട്ടികളുമായതും പെൺകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഈ അമ്മമാരുടെ മനസ്സിനൊരു വേദനയാണല്ലേ, ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. അപ്പം ആ ചേച്ചി എന്നോട് പറയുകയാണ്, അവരുടെ ഭർത്താവ് ഇപ്പോൾ അവരുടേത് മാത്രമല്ലാതായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ് ഇതിൽ കൂടുതൽ എന്ന് എൻ്റെ ചോദിച്ചു. സത്യം, ഞാനൊരു നിമിഷം വല്ലാതെ ഒരു ഷോക്കായിപ്പോയി, ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഇപ്പോഴും ഞാൻ ഇടയ്ക്കത് ഓർക്കാറുണ്ട്. അപ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒരു വല്ലാത്തൊരു ഭാരം തന്നെയാണ്. ഒരു പുരുഷൻ അയാളുടെ ഭാര്യയെ വിട്ട് മറ്റൊരു സ്ത്രീയെ തേടി പോവുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരുപാട് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താഗ്രഹിച്ചുകൊണ്ടാണ്? കോമൺ ആയിട്ടും ഒറ്റ ഒരു കാര്യമാണ്, തൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കാത്ത എന്തോ ഒന്ന് മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നുണ്ടാവാം. അതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ അതിനെക്കുറിച്ചോട്ട് പറയാൻ താല്പര്യം കാണിക്കുന്നുമില്ല, അത് പറയേണ്ട കാര്യവുമില്ല. അത് എൻ്റെ വേദന കൂടെ ഞാൻ പറയുകയാണ്. അവരുടെ ആ ഒറ്റ വാക്കിൽ അവരുടെ ഭർത്താവ് ഇപ്പോൾ അവരുടേത് മാത്രമല്ല എന്ന് പറയുന്ന ആ കേൾക്കുന്ന എൻ്റെ ആ ചെവിയിലൂടെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കത് ആ ഒറ്റൊരു വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞിട്ട് ഇതുവരെയും ഞാൻ ആ മനുഷ്യനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നേരെ തിരിച്ച് ഈ സ്ത്രീയാണ് അങ്ങനെ പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയാണ് തൻ്റെ ഭാര്യ എന്നറിഞ്ഞാൽ ഈ ഭർത്താവ് എങ്ങനെയാവാം പ്രതികരിക്കുക? തീർച്ചയായിട്ടും ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ബന്ധമേ അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കുക. എന്നിട്ട് അയാൾ തന്നെ ആയിരിക്കാം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്. അങ്ങനെ സമൂഹത്തിൽ വലിയൊരു തെറ്റുകാരിയായി മാറും ആ സ്ത്രീ. ആ രീതിയിലേക്ക് എല്ലാവരും അവരെ എത്തിച്ചേർക്കും. അങ്ങനത്തെ ഒരു സമൂഹമാണ്. പക്ഷേ ഇവിടെ സ്ത്രീയല്ല, പുരുഷനാണ് ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. അതും 2 കുട്ടികളുണ്ട്, മുതിർന്ന കുട്ടികളുടെ അച്ഛനാണ്. നാളെ എന്നല്ല, ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കൊക്കെ ഒരാൾക്കെങ്കിലും, മുതിർന്ന ആൾക്കെങ്കിലും അറിയാം തൻ്റെ അച്ഛൻ ഏതൊരു രീതിയിലുള്ള ആളാണ് എന്നുള്ളത്. പക്ഷെ അത് അറിഞ്ഞിട്ട് ആ കുട്ടികൾ അത് പ്രകടിപ്പിക്കുമോ? ഇല്ല. പക്ഷെ ആ കുട്ടികളെ കാണുന്ന സമൂഹം വിലയിരുത്തുന്നത് എന്തായിരിക്കും? ഇന്ന ആളുടെ മക്കൾ എന്ന വിലയെ ആയിരിക്കും നൽകുന്നത്. നാളെ എന്തു ചെയ്യും? ഇവളുമാരുടെ അച്ഛൻ ഇങ്ങനെയാണ്, അപ്പം ചിലപ്പോൾ ഇവർക്കും എന്തെങ്കിലും ഒരു മോശ സ്വഭാവം കാണും, ഒന്ന് ശ്രമിച്ചു നോക്കാം
ഒരുമാതിരി ഭാഷ വളച്ച് നോക്കാം എന്നൊക്കെ മോശമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട്. അപ്പോഴും സ്വന്തം മക്കളിൽ സേഫായിട്ടിരിക്കണം, പക്ഷെ മറ്റൊരാളുടെ മകള് അവൾക്ക് നേരെ മോശമായ കണ്ണോടുകൂടി നോക്കാം എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യർ കാണും. ഇതാണ് എനിക്ക് പറയാൻ വന്നതാണ്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന തെറ്റിന് മിക്കപ്പോഴും എല്ലാ തരത്തിലുള്ള വേദനകളും ഏറ്റുവാങ്ങുന്നത് ഒന്നും അറിയാത്ത മക്കളായിരിക്കും. ആ മക്കൾ അനുഭവിക്കുന്ന ടെൻഷൻ, മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരിഹാസം, അവർ വളരും തോറും അറിവുകൾ കൂടുന്തോറും അവർക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും വെറുക്കാനുള്ളൊരു സാധ്യത കൂടെ വരികയാണ്. പിന്നെ അവരുടെ ജീവിതം ഇവരാരും പറയുന്നിടത്ത് ഒരുപക്ഷെ നിൽക്കണമെന്നില്ല. അപ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന, എന്നിട്ടും ഇപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കൂടെ താമസിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആർക്കും തെറ്റുപറ്റാം അല്ലേ? തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അറയ്ക്കും, ആലോചിക്കും. ഇത് എത്ര വലിയ ഇതെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അപ്പം നിങ്ങൾക്കൊരിക്കൽ തെറ്റുപറ്റി, അല്ലെങ്കിൽ ഒന്നിലധികം തെറ്റുപറ്റി, ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പശ്ചാത്താപമുണ്ട്, ചെയ്ത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഞാൻ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു ഫീലുണ്ടെങ്കിൽ, അത് ഏത് തരത്തിലുള്ള തെറ്റാണെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ സ്ത്രീയുടെ ഭർത്താവിന് ഒരിക്കൽ തോന്നുകയാണ് ഞാൻ ഇത്രയും നാളും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചു, അത് തെറ്റായിപ്പോയി, എനിക്ക് 2 മക്കളുണ്ട്, പിന്നെ ഭാര്യ എന്ത് വിഷമിക്കുന്നുണ്ടാവാം, അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള തെറ്റുകളൊന്നുമില്ല, അവളോടൊരു മാപ്പ് പറഞ്ഞ് ഒന്ന് സഹകരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോവാം എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ പരം നല്ല കാര്യം മറ്റൊന്നുമില്ല. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അവരുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് ആ ഒരു വാക്കിൽ നിന്ന് മനസ്സിലായി. അതാണ് ഞാൻ ഇന്നതിൽ പറയണോ വേണ്ടതെന്ന് കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇന്നത് പറയാമെന്ന് തന്നെ കരുതിയത്. ശരിയല്ലേ?